എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലും ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ നെതന്യാഹു വല്ലാത്തൊരു നിരാശയിലാണ് ഉള്ളത് എന്നാണ് ട്രംപിന്റെ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. സമാധാന പദ്ധതിക്ക് ഹമാസ് മറുപടി നൽകിയതിനു ശേഷം നെതന്യാഹു ട്രംപിനോട് വളരെ മോശമായി പെരുമാറുന്നു എന്നാണ് ട്രംപ് പത്രക്കാരോട് പരാതി പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം ആക്സിയോസ് പത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കരാറിൽ ഇസ്രായേലിന് ആഘോഷിക്കാൻ ഒന്നുമില്ലെന്നും ഇത് ഇസ്രായേലിന്റെ പരാജയത്തിന്റെ മരണമാണെന്നും നെതന്യാഹു ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളുള്ളത്. കേരളത്തിലെ ചില ഇസ്രായേലി പക്ഷ തീവ്ര ചാനലുകൾ മാത്രം ഇസ്രായേൽ ഈ കരാറിൽ വിജയിച്ചിരിക്കുന്നുവെന്ന് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നെതന്യാഹു പോലും ഇതൊരു ഇസ്രായേലിന്റെ പരാജയമായി കണ്ടുകൊണ്ട് മുഖം പൊത്തി പൊട്ടിക്കരയുകയാണ്. നിങ്ങൾ എന്തിനാണ് എപ്പോഴും നെഗറ്റീവായി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്നാണ് ട്രംപ് തന്നെ പറയുന്നത്. ഇത് നിങ്ങളുടെ ഒരു വിജയമാണ്, ഇത് സ്വീകരിക്കൂ എന്നൊക്കെയാണ് ട്രംപ് നെതന്യാഹുവിനോട് നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അയാൾ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം എഴുതുന്നത് ഇസ്രായേലി പത്രങ്ങൾ തന്നെയാണ്, അതല്ലാതെ ഞാനോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് മീഡിയകളോ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കാലം കൈയടക്കി വെച്ചിരുന്ന പലസ്തീൻ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാനാവില്ല. ഇസ്രായേൽ തീർത്തും ഒറ്റപ്പെട്ട ഒരു കോണിലേക്ക് ഒതുക്കപ്പെടുകയാണ്. ഞങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ സുരക്ഷയ്ക്ക് തൊട്ടടുത്തുള്ള പലസ്തീൻ രാഷ്ട്രം ഭീഷണിയാണ്. അവരുടെ ഉള്ളിൽ പകയുണ്ട് എന്നൊക്കെയാണ് നെതന്യാഹു ഇതിനെക്കുറിച്ച് ട്രംപിനോട് ഇങ്ങനെ ആവലാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഹമാസുമായിട്ടുള്ള ഈ കരാർ ഇസ്രായേലിന് അനുകൂലമല്ല എന്ന നിരാശ നെതന്യാഹുവിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ഈജിപ്തിൽ ഇവർ തമ്മിലുള്ള ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നെതന്യാഹു ഗസയിൽ വീണ്ടും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആക്രമണത്തെ ലോകത്തുള്ള പലരും വിലയിരുത്തുന്നത് ഇത് ഇസ്രായേലിന് അന്തിമ വിജയം നേടിയിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു കള്ളത്തരമാണ് എന്നാണ്. അഥവാ ഇനി ആക്രമണം കൊണ്ട് കരാർ പൊളിഞ്ഞാൽ പോലും നെതന്യാഹുവിനെ സംബന്ധിച്ച് അതിൽ വലിയ ഭയമൊന്നുമില്ല. കാരണം കരാർ പൊളിഞ്ഞു കഴിഞ്ഞാൽ ഗസയെ ഞാൻ നരകമാക്കും എന്ന ട്രംപിൻ്റെ ഒരു വാക്കിൽ അയാൾ വല്ലാതെ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ട്രംപിനെ കൂടി ഗസയിലേക്ക് ഇറക്കി അവിടെ കൂടെ കൂട്ടക്കുരുതി നടത്തി ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നൊക്കെ ഇയാൾ വെറുതെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ വെറുതെയാണെന്ന് ട്രംപിനറിയാം. അതുകൊണ്ടാണ് അയാൾ കരാറുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ട്രംപ് പറഞ്ഞ ഈ വാക്കിൻ്റെ പിൻബലമാണ് ഇയാൾക്കിപ്പോൾ ധൈര്യമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അയാൾ എങ്ങനെയെങ്കിലും കരാർ പൊളിഞ്ഞാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇവന്മാരെ ആക്രമിക്കണം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ട്രംപിൻ്റെ കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ട്രംപ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഗസയിൽ ഇനി അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് ട്രംപിന് നന്നായിട്ട് അറിയാം. തന്നെയുമല്ല, അമേരിക്ക കൂടി ഇടപെട്ടുകൊണ്ട് ഗസയിൽ വീണ്ടും കൂട്ടക്കുരുതി നടത്തി കഴിഞ്ഞാൽ അത് ട്രംപിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ലോകം മുഴുവനുള്ള വലിയ പ്രതിഷേധമായിട്ട് മാറാനാവും കാരണമാവുക. ഈ ബോധമൊക്കെ ട്രംപിന് നന്നായിട്ടുണ്ട്. കാരണം ഇവരൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടാണല്ലോ ഈ കരാർ വാക്കിയായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നത്. ഇതിങ്ങനെ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ട്രംപിന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഒരു ഉത്തരവാദിത്തമുള്ള രാജ്യം എന്ന നിലയിൽ ഇസ്രായേലിനാണ് കൂടുതൽ അത് ദോഷം വരുത്തുക. അവിടെ എല്ലാ കാര്യങ്ങളും തീർന്നിരിക്കുകയാണല്ലോ. അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്. ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് വിഷയമില്ല, അവർ യുദ്ധം ചെയ്യാൻ തയ്യാറാണ്. ഇനി കരാറാണെങ്കിൽ കരാർ, ആ ഒരു നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് 5 ദിവസം കഴിഞ്ഞിട്ടാണ് ഹമാസിനെ റിയാക്ട് ചെയ്ത് തന്നെ ഈ കരാറുമായിട്ട് വന്നതിന് ശേഷം. ഗസയിൽ ഇടപെട്ട് താൻ അവിടെ ഇനി വലിയ നരകമാക്കുമെന്ന് ട്രംപ് വലിയ തള്ളൊക്കെ തള്ളിയെങ്കിലും അതൊന്നും അത്ര പ്രാക്ടിക്കലാകുന്ന കാര്യമല്ല എന്ന് ട്രംപിനും അറിയാം. തന്നെയുമല്ല, ഗസയിൽ ഇനി എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നത് എന്ന് ലോകം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാളെ ഈ തള്ളിൻ്റെ പൊള്ളത്തരം പൊളിയാതിരിക്കാൻ വേണ്ടി യുദ്ധം വീണ്ടും തുടരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് ട്രംപിൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിരിക്കുകയാണ്. നെതന്യാഹുവിനൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ട്രംപ് എത്രയും വേഗം നിങ്ങളൊരു കരാറിലേക്ക് എത്തുമെന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഹമാസ് കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുക എന്നൊരു ഭയവും ട്രംപിൻ്റെ ഉള്ളിൽ വല്ലാതെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഹമാസുമായി എത്രയും വേഗം ഒരു കരാറിലേക്ക് നീങ്ങാനാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോട് ട്രംപ് നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഗാസ കരാറിൻ്റെ ആദ്യ ഘട്ടം ഈ ആഴ്ച തന്നെ നടപ്പിലാക്കണമെന്നും ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യുദ്ധം അവസാനിപ്പിക്കേണ്ട ഇവരുടെ ഈ ആവശ്യകതയെക്കുറിച്ച്. നെതന്യാഹു ഇപ്പോൾ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ഗസയെ ആക്രമിക്കുന്നത്. അല്ലെങ്കിൽ ചർച്ച നടക്കുമ്പോൾ ആരെങ്കിലും പോയിട്ട് ആക്രമിക്കാൻ നിൽക്കും, അതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ പോകും. അപ്പോൾ ട്രംപ് എല്ലാം നോക്കിക്കോളും അയാൾക്കറിയാം. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ ഗസയിൽ പോയിട്ട് ആക്രമണം നടത്തുന്നത്. ട്രംപ് പല പ്രാവശ്യം വാൺ ചെയ്തതാണ്. പക്ഷേ എന്നിട്ട് ഇയാൾ അനുസരിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഗസയിൽ പോയി ഇങ്ങനെ ആക്രമിച്ച് കുറേ ആൾക്കാരെ കൊല്ലുക. അതപ്പോൾ 2 ദിവസമായിട്ട് നടത്തുന്നുണ്ട്. അയാൾ നിർത്തി വെച്ചിരുന്നതാണ്. അത് ഇന്നലെ മുതൽ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കാരണം അയാൾ ഈ കരാറിൽ തൃപ്തനല്ല. ഇസ്രായേൽ ഇതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്നാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും ബന്ദികളെ തിരിച്ചു കിട്ടണമെന്നും നല്ല ആഗ്രഹമുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറേ ആശ്വാസം ഉണ്ടാവും. പക്ഷേ ഇപ്പം ഇങ്ങനെ ഈ ചർച്ച ഇങ്ങനെ ഒരു തടസ്സപ്പെട്ട പോലെ നിൽക്കുകയാണ്. കാരണം
ബന്ദികളെ വിട്ട് കൊടുക്കുന്നതിന് പകരമായിട്ട് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഗാസയിൽ നിന്നും പിന്മാറുന്നതിൻ്റെ ചില തർക്കങ്ങൾ നടക്കുന്നുണ്ട്. തന്നെയുമല്ല, ഇസ്രായേലി ജയിലുകളിലുള്ള പലസ്തീൻ സുരക്ഷാ തടവുകാരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ചും ഹമാസും ഇസ്രായേലുമായിട്ട് ഇപ്പോൾ തർക്കങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കരാറ് ഇപ്പം ഒരു തീരുമാനത്തിലെത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇസ്രായേൽ ജയിലുകളിൽ ഏതാണ്ട് 250ഓളം ജീവപര്യന്ത പലസ്തീൻ തടവുകാരാണ് ഉള്ളത്. അതുകൂടാതെ 2023 ഒക്ടോബർ 7 ശേഷം ഏതാണ്ട് 1700 പേരെയും അവർ അറസ്റ്റിലാക്കിയിട്ടുണ്ട്. ഈ മുഴുവൻ തടവുകാരെയും വിട്ടുകിട്ടണം എന്നൊരാവശ്യമാണ് ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു കാര്യം. എന്നാൽ ഇതിൽ തർക്കമുണ്ടാകുന്നത് ഈ 250 ജീവപര്യന്ത തടവുകാരെന്ന് പറയുന്നതിൽ ഇസ്രായേൽ ഭയക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവരെ തിരികെ കിട്ടണമെന്ന ഹമാസിൻ്റെ നിർബന്ധമാണ് ഈ ചർച്ച ഇപ്പം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് യോജിക്കാൻ കഴിയാത്ത ഇങ്ങനെ ചില കരാറുകൾ ഹമാസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ട് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ചിലപ്പോൾ കരാറ് നടക്കാൻ പോലും സാധ്യതയില്ല, യുദ്ധം അവസാനിക്കാനും സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ട്രംപിൻ്റെ നരകം നമുക്ക് നാളെയോ മറ്റന്നാളോ ഒക്കെ ഒന്ന് കാണാൻ പറ്റും. നരകം കാണാത്തവർക്കെല്ലാം ഗസയിലേക്ക് നോക്കിയാൽ നരകം കാണാൻ കഴിയും. ഇനി എന്ത് നരകമാണ് ഗസയിൽ വരാനുള്ളത് എന്നുള്ളത് വേറെ കാര്യം. എന്നാലും ഈ ട്രംപ് ഒന്ന് അഴിഞ്ഞാടുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. തന്നെയുമല്ലേ, ഹമാസും ഇസ്രായേലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ട്രംപ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സംഘർഷം ഞാൻ ഇടപെട്ട് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും എൻ്റെ നിരീക്ഷണം തുടർന്ന് നിങ്ങളുടെ പേരുണ്ടാവും, തമ്മിലടിക്കാതെ ഞാൻ നോക്കും എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത്. കാര്യം നോബൽ സമ്മാനം അടിച്ചെടുക്കാൻ വേണ്ടിയാണ് ട്രംപ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ട്രംപിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച് എന്നുള്ളതിനേക്കാൾ ഉപരി അത് ഇസ്രായേലിനായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുക. ഇതിന് ചർച്ചയ്ക്ക് തീരുമാനമായില്ല എന്നുണ്ടെങ്കിൽ അത് ഇന്നേ വരെ നമ്മൾ ആരും ആഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിൽ രക്തച്ചൊരിച്ചിലുള്ള കാരണമാകും എന്ന് ട്രംപ് ആവലാതിപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വേവലാതിപ്പെടുന്നുണ്ട്. ഇതിൽ ട്രംപും നെതന്യാഹുവും ഒക്കെ മനസ്സിലാക്കാത്ത ഒരു കാര്യമുണ്ട്. അതല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാത്ത ഒരു വസ്തുതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അറബികളെ സംബന്ധിച്ച് ഈ യുദ്ധവും രക്തവും മരണമൊന്നും അവർക്കൊരു പ്രത്യേക കാര്യമേ അല്ല. നൂറ്റാണ്ടുകളായിട്ട് ഗോത്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഈ അറബികൾ. അവരെന്നും യുദ്ധത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ്. നമ്മളെന്നും പോലെയല്ല. സമാധാനം ഇവർക്കിടയിൽ ഇല്ല. ഗോത്രങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഇവർ അപ്പുറം നിന്ന് അടിക്കുക, കൊല്ലുക, പിടിച്ചെടുക്കുക, ഇങ്ങനത്തെ ഒരു കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ അറബികൾ. കാടന്മാരെന്ന് പറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല. ഇന്ന് നമ്മൾ കാണുന്ന സൗദി അറേബ്യ ഉൾപ്പെടുന്ന അറബ് രാഷ്ട്രങ്ങളിൽ ഭൂരിപക്ഷവും ഇന്നത്തെ ഈ ഭരണകൂടം അതിനു മുൻപുണ്ടായിരുന്ന ഭരണകൂടത്തിൽ നിന്നും രക്തച്ചൊരിച്ചിലൂടെ തന്നെ നേടിയെടുത്ത സാമ്രാജ്യമാണ് അവരുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. അല്ലാതെ ഇവരിപ്പോൾ ഈ വെളുത്ത കോട്ടും വലിയ വില കൂടിയ കാറിലും ഒക്കെ നടക്കുന്നു എന്ന് കരുതി ഇവരത്ര വലിയ ഭയമുള്ളവരാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയാണ്. പിന്നെ ഇവരുടെ ഭയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് വെറുതെ നല്ല സൂചിച്ചൊക്കെ ജീവിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും അല്ലെങ്കിൽ യൂറോപ്പും ഒക്കെ ആയിട്ട് ഇടഞ്ഞിട്ട് വെറുതെ ഒരു പ്രശ്നമുണ്ടാക്കി ഈ സുഖങ്ങളെല്ലാം കളയണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഇവർ അനങ്ങാതിരിക്കുന്നത്. പക്ഷേ അളമുട്ടിയാൽ ഏത് ചേരയും കടിക്കുമെന്ന് പറഞ്ഞ പോലെ ഇവരുടെ മെക്കിട്ട് കയറാൻ പോയി കഴിഞ്ഞാൽ അവരും തിരിച്ചടിക്കും. ചിലപ്പോൾ നശിച്ചേക്കാം, ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ഇരുപക്ഷത്തും ഇതിൽ കാര്യമായ രീതിയിൽ നാശമുണ്ടായേക്കാം. അങ്ങനെയുള്ള ഈ അറബികൾക്കിടയിലേക്കാണ് ജൂത സമൂഹം കടന്നു കയറിക്കൊണ്ട് അവരുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്നത്. സ്നേഹിച്ചാൽ കരൾ പറിച്ചു തരികയും പിണങ്ങിയാൽ കൊന്നൊടുക്കുകയും ചെയ്യുന്നവരാണ് ഈ അറബികൾ. 10-70 കൊല്ലം കഴിഞ്ഞല്ലോ ഈ സയനിസ്റ്റുകൾ ഇസ്രായേലിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇക്കാലത്തിനിടയ്ക്ക് സയനിസ്റ്റുകൾ സന്തോഷത്തോടെയും ആത്മധൈര്യത്തോടെയും ഇസ്രായേലിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ടാണല്ലോ അവർ രാജ്യത്തിന് ചുറ്റും ഇങ്ങനെ മതിൽ കെട്ടിവെച്ചിരിക്കുന്നത്. എന്നാൽ അറബികൾ ആ മതിലും തകർത്ത് കഴിഞ്ഞു. ഈ ജൂതന്മാരുടെ ആകാശ മേൽക്കോയ്മ വരെ അവർ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ മതിലും ആകാശം എല്ലാം പൊളിച്ച് അറബികൾ ഈ രാജ്യത്തേക്ക് കടന്നു കയറിയിരിക്കുന്നെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന് നേരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഇസ്രായേൽ എന്ന രാജ്യത്ത് ഇപ്പോൾ ഇനി എന്ത് സുരക്ഷയാണുള്ളത്? പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവർ ബലം പിടിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏത് കാര്യത്തിലാണ് ഇവർക്ക് വിജയിക്കാൻ കഴിയുക? എന്നും ഭയന്ന് കഴിയുക. അതുകൊണ്ടൊക്കെ അതിനാണ് എങ്ങനെയെങ്കിലും ഈ സംഘർഷം അവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേലികൾ സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ എന്ന് കരുതിയാണ് ട്രംപ് ഇപ്പോൾ ഒരു കരാറുമായിട്ട് മുന്നോട്ട് വന്നത്. കാരണം പുള്ളിയുടെ മകളൊക്കെ ഇപ്പം ഇവിടെ ഉണ്ടല്ലോ ഈ ഇസ്രായേലിൽ. മരുമകൻ ഈ ജൂതനാണല്ലോ. അപ്പം മകളുടെ വീട്ടിൽ അവർ സുഖമായിട്ട് വയക്കാതെ കഴിഞ്ഞോട്ടെ എന്നൊക്കെ കരുതിയായിരിക്കും ട്രംപ് ഇപ്പോൾ ഒരു കരാറിന് ഹമാസുമായിട്ട് തയ്യാറാകുന്നു. മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഈ ഹമാസുമായിട്ടൊരു കരാറിന് നെതന്യാഹു തയ്യാറാകുമ്പോഴും ഇതിന് തടസ്സമാകുന്ന രണ്ടവന്മാർ ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ നാശമായിട്ട് മുന്നിൽ നിൽക്കുകയാണ്. അത് ബെസലേൽ സ്ട്രോവിച്ച് എന്ന് പറഞ്ഞ ഒരുത്തനും പിന്നെ ഇറ്റാമിൻ ബെൻഗീർ എന്ന് പറഞ്ഞ വേറൊരുത്തനാണ്. ഇവന്മാർ രണ്ടുപേരും നെതന്യാഹു ഭരണകൂടത്തിലെ ഘടകകക്ഷി അംഗങ്ങളാണ്. ഇവന്മാർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാരണത്താൽ ഹമാസിനെ നശിപ്പിക്കാതെ
യുദ്ധം നെതന്യാഹു അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാർട്ടി വിട്ട് നെതന്യാഹുവിനെ അടിച്ച് തറയിലിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെതന്യാഹു മന്ത്രിസഭ മറിച്ചിടുമെന്ന് അവന്മാർ ഭീഷണിപ്പെടുത്തുന്നത്. ഇതിങ്ങനെ ഇവന്മാർ പറയാൻ കാരണം ഇവന്മാർ ഹമാസിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരാണ്. ഇനി അഥവാ യുദ്ധം അവസാനിച്ചാലും ഇവന്മാരെ ചിലപ്പോൾ ഹമാസ് എങ്ങാനും കയറി തട്ടിക്കളയും എന്നൊരു ഭയം രണ്ടിൻ്റെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹമാസിനെ തീർത്തിട്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാവൂ എന്നൊക്കെ ഒരു വാശി പിടിക്കുന്നത്. 2 കൊല്ലമായിട്ട് നെതന്യാഹുവും ട്രംപും ഒക്കെ തലകുത്തി മറിഞ്ഞിട്ടും ഈ ഹമാസിനെ കീഴടക്കാനോ അല്ലെങ്കിൽ ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഒരാഴ്ച കൊണ്ട് തീർക്കുമെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പണിയാണിത്. 2 കൊല്ലമായിട്ടും ഇപ്പോൾ ഹമാസിൻ്റെ കാലെ കൈ പിടിച്ച് നിർത്തേണ്ടി വന്ന ഒരവസ്ഥയാണ്. എന്നിട്ടാണ് ഇവന്മാർ രണ്ടുപേരും നിലവറ കയറിയിരുന്ന് ഒളിച്ചിരുന്നിട്ട് പറയുകയാണ് ഹമാസിനെ തീർത്തിട്ട് നമുക്ക് യുദ്ധം അവസാനിപ്പിച്ചാൽ മതിയെന്ന്. ഇത് ഇവന്മാർ രണ്ടുപേരും കൂടി രാജ്യത്തിൻ്റെ കട്ടപ്പോക കണ്ടേ തിരിച്ചടങ്ങൂ എന്ന ഒരു ചിന്താഗതിയിലാണ് ഇങ്ങനെ പറയുന്നത്. അവർക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഇവന്മാർക്കും അറിയാം. പക്ഷേ എന്നിട്ടും ഇങ്ങനെ ആൾ കളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഇവരുടെ ഈ പാർട്ടിയുടെ പിന്തുണയുടെ ആ ധൈര്യത്തിൽ നെതന്യാഹു ഇവന്മാർ വരച്ച വരെ നിർത്തി ഇങ്ങനെ യുദ്ധം മുന്നോട്ട് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊരു പക്ഷേ ഇതുകൊണ്ട് വല്ല നേട്ടം ഉണ്ടാവും, അത് നമുക്കറിയാൻ കഴിയില്ല. എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ കൈക്കൂലി കൊടുക്കുന്നുണ്ടാവും, അല്ലെ കാശ് കിട്ടുന്നുണ്ടാവും. എന്തായാലും ഇവന്മാർ രണ്ടുപേരും കൂടി ഇസ്രായേലിൻ്റെ കട്ടപ്പോക കാണിക്കും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം.